അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൂപ്പർ മോം സീരീസിൽ നിന്ന് ഫെബിയാണ്. കുറച്ചായി ഞാൻ ഈ വഴിക്കൊക്കെ വന്നിട്ട് ഏകദേശം 1 മന്തായി തോന്നുന്നു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. ഓരോരോ തിരക്കുകൾ തന്നെ. പിന്നെ വെച്ചാൽ അതിനിടയിൽ നാട്ടിൽ വരുന്നതിന് മുൻപ് എടുത്തൊരു വ്ളോഗായിരുന്നു ഇത്. അതെനിക്കിപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഒന്നാമത് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഒന്നും സെറ്റിലാകുന്നത് വരെ ഒന്നും ചെയ്യാനുള്ളൊരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് കിട്ടില്ല. അപ്പോൾ എല്ലാം ഒന്ന് അൽഹംദുലില്ലാ സെറ്റിലായി. ഇനിയിപ്പം ഏകദേശം സെറ്റിലായി വരുമ്പോൾ തിരിച്ചു പോകേണ്ട ഒരു ടൈമും ആയി വരും. അപ്പോൾ അങ്ങനെയാണ് അവസ്ഥകൾ. ഇന്നത്തെ ഇതൊരു ഈവനിങ് വ്ളോഗാണ്. 2.5 months ആയിട്ട് ഞാനിപ്പോൾ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് പോകുന്നുണ്ട്. വീടിന് അടുത്ത് തന്നെ ഉള്ളൊരു ജിമ്മാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 4-4:30 ടൈം, ആ ഒരു ടൈമിലാണ് ഞാൻ ജിമ്മിലേക്ക് പോകുന്നത്. നോർമലി ഈ ടൈമിൽ പോകും, അതല്ലാന്നുണ്ടെങ്കിൽ മഗ്‌രിബിന് ശേഷമാണ് പോവാറ്. അങ്ങനെ ഇതാ നേരെ ജിമ്മിലേക്ക് പോകണം. ജിം അത്രയും അടുത്താണ്, ഏകദേശം ഒരു 5-8 മിനിറ്റിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇന്നിതാ മോൻ്റെ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. മറ്റേ കാറാണെങ്കിൽ അവനക്ക് എന്തൊക്കെയോ അതിന് പണികളുണ്ട്, അതുകൊണ്ട് ഈ വണ്ടി എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഇനി അങ്ങോട്ട് പെട്ടെന്ന് വീഡിയോ ഇടാം കേട്ടോ. അതായത് ഇനി ഇവിടെ നാട്ടിലുള്ള ടൈമിൽ എന്തായാലും വേഗം വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കുറേ വീഡിയോസ് എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്, അതൊക്കെ അപ്ലോഡ് ചെയ്യാനും ഇൻഷാ അല്ലാ. എന്തായാലും ഓരോ അപ്ഡേറ്റ്സും കൂടിയിട്ടുള്ള വീഡിയോ പെട്ടെന്ന് തന്നെ ഇടുന്നതാണ്. എന്തായാലും ഇതൊരു ഒന്ന് തുടങ്ങി കിട്ടാനുള്ളൊരു മടി മാത്രമായിരുന്നു ഇത്രയും ദിവസം ഉണ്ടായത്. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സ്മൂത്തായിട്ട് കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ പോവും, പിന്നെയും ഒന്ന് ബ്രേക്കാവും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥകൾ. ഇതാണ് കേട്ടോ ഞാൻ പോകുന്ന ജിം. ഇവിടെ ലേഡീസ് ഓൺലി ഏരിയ ഉണ്ട്, മെയിലിനും സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിളായിട്ട് ഇവിടുന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പോകാൻ പറ്റാറുണ്ട്. രാത്രി ഏകദേശം 2 o'clock വരെ ഉണ്ട്. രാവിലെ 6:30 സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ടൈമിൽ വന്നിട്ട് വർക്കൗട്ട് ചെയ്ത് തിരിച്ചു പോകാറാണ്. രാവിലെ 6:30 മുതൽ തന്നെ ലേഡി ട്രെയിനേഴ്സും ഉണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ടൈമിൽ മാത്രം അവർ തിരിച്ചു പോകും, വീണ്ടും ഈവനിങ്ങിൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻസ്. ചില നേരങ്ങളിൽ മാത്രം കുറച്ച് ക്രൗഡഡ് ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു 2-3 ആൾക്കാർ അങ്ങനെ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ടൈം നോക്കിയിട്ടാണ് ഞാൻ മിക്കവാറും പോവാറ്. ഏകദേശം 1-1.5 hours ഞാൻ നോർമലി വർക്കൗട്ട് ചെയ്യാറ്. വലിയ റഷൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ, അതായത് എനിക്കും എന്തെങ്കിലും തിരക്കൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ വരെ ചെയ്യും. പിന്നെ പാർക്കിംഗ് ഇട്ടിട്ടാണ് മുകളിലോട്ട് വരുന്നത്, അതുകൊണ്ട് അത്രയും ആ ഒരു ടൈമിന് മുകളിലേക്ക് പോകാറില്ല. അപ്പോഴേക്കും എല്ലാം കംപ്ലീറ്റ് ആക്കി തിരിച്ചു പോകും. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഏകദേശം മഗ്‌രിബായിട്ടുണ്ട്. ഇപ്പം നേരത്തെ മഗ്‌രിബ് ആകുന്നുണ്ടല്ലോ, കാരണം വിൻ്ററിൽ അങ്ങനെയാണല്ലോ, വളരെ നേരത്തെയാണ് മഗ്‌രിബിൻ്റെ എല്ലാം ടൈം. അങ്ങനെ ഇത് നേരെ വീട്ടിൽ പോയി, ഇനി വീട്ടിൽ പോയിട്ട് വേണം മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ചെറിയ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. വീട്ടിൽ പോയി ഫ്രഷപ്പ് ആയതിന് ശേഷം ഒരു പോസ്റ്റ് വർക്കൗട്ട് മീലൊക്കെ സിമ്പിളായിട്ട് റെഡിയാക്കി പനീറും ബ്രോക്കലിയും പിന്നെ കുറച്ച് മറ്റ് വെജിറ്റബിൾസൊക്കെ കൂടിയിട്ട് ഒരു സിമ്പിൾ മീൽ, ഒരു സിമ്പിൾ സാലഡ് എന്ന് പറയാം, റെഡിയാക്കി. നല്ല അടിപൊളിയായിരുന്നു. അതിൽ അത്യാവശ്യം സോസസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മുട്ടയും സ്ക്രാമ്പിൾ ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ വരുന്നതിന് മുൻപുള്ള ചെറിയ ഷോപ്പിങ്സൊക്കെ ചെയ്യാനുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ കുറേ ആയി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കുക്കീസ് ഉണ്ടാക്കണമെന്നൊരു റെസിപ്പി കണ്ടിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നോ മൈദ, നോ ബേക്കിംഗ് സോഡ, ബട്ടർ കുക്കീസാണ് ഞാൻ ഇന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ മൈദയില്ല, ബേക്കിംഗ് സോഡയും ഇല്ല, പിന്നെ ലെസ് സ്വീറ്റാണ്. സ്വീറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ കുക്കീസിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പൗഡേർഡ് ഷുഗറാണ്. പൗഡേർഡ് ഷുഗർ ഒരു 1/4 കപ്പാണ് ഞാൻ എടുത്തത്. യൂഷ്വലി 1/2 കപ്പാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത്, പക്ഷേ 1/4 കപ്പ് മതി. അത് തന്നെ അത്യാവശ്യം സ്വീറ്റാണ്. ഇതിരിക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. 1/2 കപ്പ് ബട്ടറും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സോൾട്ടാണ്. ഒരു 1/4 ടീസ്പൂൺ സോൾട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കീസിലേക്ക് ആ ഒരു സോൾട്ടി ടേസ്റ്റും കൂടി വരുമ്പോഴാണ് അതിനൊരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള സോൾട്ട് ഇട്ടാൽ മതി. ഒരുപാട് കൂടി പോകണ്ട, എന്നാലും വളരെ കുറച്ച്, ഏറ്റവും ലോ ലെവലിലാണ് സോൾട്ട് ഇട്ടിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ബട്ടർ മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് പൗഡേർഡ് ഷുഗർ കൂടി ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്തെങ്കിലും സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതായത് ഈ ഒരു ഷുഗർ ഡിസോൾവ് ആകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പം ഞാനിത് പൗഡേർഡ് ഷുഗർ ബട്ടറിലേക്ക് ആഡ് ചെയ്യാണ്. ഒരു മിക്സ്ചർ കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കാനുണ്ട്, അതുകൊണ്ട് അതിനനുസരിച്ച് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുൻപ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക. 10 minutes 180 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീ ഹീറ്റ് ചെയ്യേണ്ടത്. ബട്ടറും പൗഡേർഡ് ഷുഗറും കൂടി മിക്സ് ചെയ്യാണ്.
നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് ആയാലും മൈദ ആയാലും കുഴപ്പമില്ല, ഞാൻ പിന്നെ കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗോതമ്പ് ഇടുന്നത്. മൈദ ആയാലും ഈ സെയിം അളവിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു സീവറിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പും അതും കൂടി ഇട്ടിട്ട് ഒന്ന് സീവ് ചെയ്ത് ഈ ഒരു മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് മോൾഡ് ചെയ്തെടുക്കുക. വല്ലാതെ അങ്ങ് ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് മോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മളിതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ക്ലിംഗ് ഫിലിം എടുത്ത് അതിലേക്ക് ഈ മോൾഡ് ചെയ്ത മാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. നമുക്ക് കുക്കീസിൻ്റെ ഷേപ്പിലേക്ക് കട്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ലെവലിൽ അതൊന്ന് റോൾ ചെയ്തെടുക്കുക. ക്ലിംഗ് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് റാപ്പ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് റാപ്പ് ചെയ്താൽ മതി, കാരണം നമുക്കിതിനി കുറച്ച് നേരം ഒരു 1 hour ഫ്രിഡ്ജിലേക്ക് വെക്കാനുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് ഇതൊന്ന് സെറ്റ് ആവണം. ഒരു 30 minutes to 1 hour വെച്ചാൽ മതി. 1 hour വെക്കണം നിർബന്ധമില്ല. 30 minutes ആകുമ്പോഴേക്ക് തന്നെ സെറ്റാവും. ചപ്പാത്തിയൊക്കെ കുഴക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടാണല്ലോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലൊന്ന് മോൾഡ് ചെയ്തെടുത്താൽ മതി ഈ കാണുന്ന രീതിയിൽ. കാരണം സ്ട്രോങ് ആയിട്ട് കുഴച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കുക്കീസ് വല്ലാണ്ടങ്ങ് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു രീതിയിലാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സോഫ്റ്റ് ആയിരിക്കും, പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് മാവുണ്ടാവുക. ഇനി നമ്മൾ നേരെ ഇതൊരു ക്ലിംഗ് റാപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ക്ലിംഗ് ഫിലിം എടുത്ത് അതിലേക്ക് ഈ ഒരു മോൾഡ് ഇട്ട് കൊടുത്തു. ശേഷം അതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. റോൾ ചെയ്തതിന് ശേഷം നമ്മളത് ഒരു 1/2 hour സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. എന്തായാലും 30 minutes സെറ്റാകുന്നതിനിടയിൽ എനിക്ക് ഫ്രിഡ്ജിൽ കുറച്ച് സ്വീറ്റ് ഫില്ലിംഗ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് സ്പ്രിംഗ് റോൾ ഷീറ്റിൽ ഒരു സ്നാക്കാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. സ്വീറ്റ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ തേങ്ങ വെച്ചിട്ട്, തേങ്ങയും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ചിട്ട് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തലേന്ന് ഉണ്ടാക്കിയതായിരുന്നു, അതിൻ്റെ ബാക്കി വന്നതാണ്. ദിൽകുഷ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഫില്ലിംഗ്. അത് തലേന്ന് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫില്ലിംഗ് ബാലൻസ് വന്നതാണിത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വിചാരിച്ച് സ്പ്രിംഗ് റോൾ ഷീറ്റിലിട്ടിട്ട് ഒരു സിമ്പിൾ സ്നാക്ക് ഉണ്ടാക്കാമെന്ന്. അത് നമ്മൾ നോർമലി എങ്ങനെയാണോ ഫില്ലിങ് സ്പ്രിംഗ് റോൾ ഷീറ്റിലിടുന്നത് അതേ രീതിയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിപ്പോൾ ഈ ഒരു സംഭവം ബാക്കിയായതുകൊണ്ട് ആ രീതി ചെയ്യുന്നതെന്ന് മാത്രം. പക്ഷേ ടേസ്റ്റി ആയിരുന്നു കേട്ടോ, അത് ചൂടോടെ കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം അതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ. ഇതിപ്പോൾ സാധനം ബാലൻസ് വന്നുകൊണ്ടാണ് ഞാൻ ഈ രീതി ചെയ്യുന്നത്. എന്തായാലും ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ ഒരുപാടൊന്നും കഴിക്കില്ല, വളരെ ചെറിയ പോർഷൻ മാത്രമേ കഴിക്കൂ. കഴിക്കാതിരിക്കില്ല, അത് സത്യമാണ്. പക്ഷെ വളരെ ചെറിയ പോർഷൻ മാത്രമേ ഞാൻ കഴിക്കൂ. ബാക്കി പിന്നെ എന്തായാലും വീട്ടിൽ ബാക്കിയുള്ളവർക്കാർക്കും ഡയറ്റും സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ആ ഒരു രീതി കഴിക്കും, ബാക്കിയുള്ളവരാണെങ്കിൽ നോർമലി കഴിക്കുന്ന പോലെ കഴിച്ചോളൂ. അതവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബട്ടർ കുക്കീസിൻ്റെ മോൾഡ് ഏകദേശം സെറ്റായി. 30 minutes ഓൾറെഡി വെച്ച് കഴിഞ്ഞു. ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു 20-25 minutes വേണം കേട്ടോ നമുക്കിതൊന്ന് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ടൈം വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കുക്കീസ് ഉണ്ടാക്കുമ്പോഴുള്ള സ്മെല്ല് ഭയങ്കര ഒരു ഹെവൻലി ഫീലാണ് എനിക്കുണ്ടാകാറ്. അതായത് വീട് മൊത്തം, എസ്പെഷ്യലി ബട്ടറിൻ്റെ ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഏത് കുക്കീസായാലും ആ കുക്കീസിൻ്റെ ഒരു അത് ബേക്കായി വരുമ്പോഴുള്ള ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലുള്ള സ്മെല്ല് എന്ന് പറഞ്ഞാൽ പൊളിയാണ്, നമുക്ക് നല്ലൊരു ഫീലാണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഐക്കിയയിലേക്കായിരുന്നു. ഐക്കിയയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അധികമൊന്നുമില്ല, ചെറിയ ചെറിയ എന്തൊക്കെയോ സാധനങ്ങളാണ്. വീട്ടിലേക്ക് ആവശ്യത്തിലധികം സാധനങ്ങൾ ആയിട്ടുണ്ട് നാട്ടിലെ വീട്ടിലേക്ക്. അതുകൊണ്ട് തന്നെ ഒരുപാട് പർച്ചേസ് ഒന്നും ചെയ്യാൻ നിൽക്കാറില്ല ഇപ്പം. കാരണം നമുക്കിതിങ്ങനെ സാധനം കയറി വരുന്നതിനനുസരിച്ച് അത് ഓർഗനൈസ് ചെയ്ത് വെക്കലും എല്ലാം വലിയ ടാസ്ക്കാണ്, എസ്പെഷ്യലി ഞങ്ങൾ നാട്ടിൽ നിൽക്കാത്തത് കൊണ്ട് തന്നെ.
അപ്പോൾ അത്യാവശ്യമുള്ള എന്തൊക്കെയോ ഐറ്റംസ് നമുക്ക് റീപ്ലേസ് ചെയ്യണം തോന്നിയ എന്തൊക്കെയോ സാധനങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഐറ്റംസ് മാത്രം വാങ്ങി. ഇത് ഐക്കിയ ജിമ്മി മോളിലുള്ള ഷോറൂമാണ് കേട്ടോ. അവിടെ ഇപ്പം റീസെൻ്റ്ലി പിന്നെ ഒരു വലിയ ഷോറൂം വന്നതാണ്. മുൻപ് ഉണ്ടായിരുന്നു ഐക്കിയ അലൈനിൽ, പക്ഷെ അത് ചെറിയൊരു ഷോറൂമായിരുന്നു. പക്ഷെ ഇത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ ഷോറൂമാണ്. അവിടെ പോയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തു. അവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറേ പുതിയ ഐറ്റംസ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രം ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കപ്പൊക്കെ അവിടെ മുന്നേ ഉള്ളതാണ്. കപ്സ് റീപ്ലേസ് ചെയ്തത് കൊണ്ട് ആ ഒരു കളറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. പിന്നെ നല്ല ഓഫേഴ്സും റൺ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. ഞാൻ പോയ ആ ഒരു ടൈമിൽ ഇപ്പോഴെന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. അപ്പം അതെല്ലാം ചെറുതായിട്ടൊന്ന് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ മാത്രം ഒന്ന് വീഡിയോസ് എടുത്തതാണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഫുൾ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ട്, പക്ഷെ അതിനൊന്നും പിന്നെ ടൈം കിട്ടിയില്ല. അതുപോലെ ഹോം സെൻറ്ററിലും ഒരുപാട് പുതിയ ഐറ്റംസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അവിടെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നല്ല നല്ല ഐറ്റംസ് പുതിയത് ആഡായിട്ട് കണ്ടിട്ടുണ്ട്. ഒന്നാമത് റമദാനൊക്കെ വരെയല്ലേ, അപ്പോൾ അതിനോടനുബന്ധിച്ച് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസൊക്കെ ഒരുപാട് പുതിയത് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പം അടുത്തായിട്ട് ഞാൻ കുറേ ആയി ഷോറൂം വിസിറ്റ്, അതായത് ഷോറൂമിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് കുറേ കാലമായി തോന്നുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് റമദാന് മുന്നേ എന്തായാലും ചെയ്യുന്നതായിരിക്കും. നാട്ടിലുള്ളവർക്കും പർച്ചേസ് ചെയ്യാൻ പാകത്തിന് മുൻപൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ട് നാട്ടിലുള്ളവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ട്രെൻഡിയോളിലും കൂടി വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിലും കുറച്ച് നേരം ഇരിക്കേണ്ടി വരുന്നുണ്ട്. ട്രെൻഡിയോളുടെ പിന്നെ അപ്ഡേറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതും അത്യാവശ്യം നല്ല മെനക്കെട്ട ഇരുന്ന് ചെയ്യേണ്ട ഒരു പണിയാണ്. അപ്പം അതൊക്കെ കൂടിയായിട്ട് ഇപ്പം ഒരു ടൈം കിട്ടാത്ത പോലെയായിരുന്നു അങ്ങ് യു എയിലുള്ള സമയത്ത്. അപ്പോൾ അതെല്ലാമാണ് കാരണങ്ങൾ. വീഡിയോ എല്ലാം ഡിലേ ആവാനുള്ള കാരണങ്ങളും. ട്രെൻഡിയോളെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പീക്ക് ടൈമിലൊക്കെ എല്ലാ ദിവസവും അത്രമാത്രം അപ്ഡേറ്റ്സ് കൊടുക്കാനുണ്ട്, പിന്നെ ഐറ്റംസ് വീഡിയോസ് എടുക്കാനുണ്ട്, അങ്ങനെ എല്ലായിട്ടും ഒരുപാട് തിരക്കുകളായിരുന്നു. ഇപ്പോൾ ഈ ഒരു ജാനുവരി ഒക്കെ ആകുമ്പോഴേക്ക് അതിൻ്റെ തിരക്കുകളൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ റമദാൻ്റെ ടൈമിൽ വീണ്ടും അതിൽ അത്യാവശ്യം നല്ലപോലെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഷോറൂം വിസിറ്റൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ അലൈനിൽ ഐക്യ വന്നതിന് ശേഷം അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് അതും ഹോം സെൻറ്ററിൻ്റെയൊക്കെ റമദാനിന് മുന്നേ ആയിട്ട് തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിപ്പോൾ കാണിക്കുന്നതെല്ലാം തന്നെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല പുതിയതായിട്ട് തോന്നിയ എന്തൊക്കെയോ ഐറ്റംസും പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയ ഐറ്റംസുമാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ട്രെൻഡിയോളുടെ ഐറ്റംസ് നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുകയാണെങ്കിൽ മിനിമം 5 ഓർഡേഴ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം അങ്ങനെയുള്ള ഓർഡേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നാട്ടിലേക്ക് അയക്കുന്നുണ്ട്. അപ്പം അതും ഇതിനിടയിലൊക്കെ വന്ന പണികളാണ്. പിന്നെ പലരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട്, ഒന്നാമത് ആരുമല്ല, എൻ്റെ വാട്സപ്പ് കോൺടാക്റ്റിലുള്ളവർക്ക് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ട് മെസ്സേജ് കൊടുത്തത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ ഇങ്ങനെ സാധനങ്ങൾ കളക്ട് ചെയ്ത് അതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഓരോരുത്തർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ചിലരൊക്കെ അത്യാവശ്യം നല്ലപോലെ, എസ്പെഷ്യലി ഇത് ട്രെൻഡിയോളെന്ന് പറയുമ്പോൾ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നോക്കി അതിൻ്റെ പ്രൈസൊക്കെ നോക്കിയിട്ട് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ കുറേ നല്ല നല്ല ഐറ്റംസ് ഓഫേഴ്സിലുള്ളതൊക്കെ ഉള്ള ഐറ്റംസൊക്കെ പലർക്കുമായിട്ട് ഇപ്പോൾ നാട്ടിലെത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ആ പണികളും എല്ലാം ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ കഴിഞ്ഞ 2 മാസങ്ങളിലായിട്ട്. ഞാനും എൻ്റെ മോളും കൂടി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ചിലർക്കൊക്കെ ഡയറക്റ്റ് അവരുടെ വീട്ടിലേക്ക് തന്നെ അയച്ചു കൊടുത്തു. അതല്ലാത്തവർക്ക് പിന്നെ അത്രയും ഓർഡേഴ്സൊന്നും ഇല്ലാത്തവർക്ക് ഞങ്ങൾ നാട്ടിലെ സാധനം പോയിട്ട് അവിടുന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് പിന്നെ അതായത് എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ ലോക്കൽ കൊറിയർ വഴി അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഐക്യ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സിസ്റ്ററും കൂടി ഉണ്ടായിരുന്നു. അവൾ നാട്ടിൽ നിന്ന് വിസിറ്റിങ്ങിന് വന്നതായിരുന്നു, മൂത്ത സിസ്റ്റർ. അപ്പം ഞാനും അവളും കൂടിയാണ് അവിടേക്ക് പോയത്. അവൾക്ക് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അവൾ അതൊക്കെ പർച്ചേസ് ചെയ്തു. നമ്മുടെ കുക്കീസ് ഓവനിൽ റെഡി ആയിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിട്ടില്ല. നല്ലപോലെ ആറിയതിന് ശേഷം മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഓവനിൽ തന്നെ വെച്ചു.
നെക്സ്റ്റ് ഡേ മോർണിംഗിലാണ് അത് സ്റ്റോറേജ് ബോക്സിലേക്ക് മാറ്റിയത്. ഇതൊരു പംകിൻ സ്റ്റോറേജ് ബോക്സാണ്. ഞാനിത് ട്രെൻഡിയോളിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു 3-4 ഐറ്റംസ് ഞാൻ മുൻപും വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബട്ടർ കുക്കീസ് അന്ന് നൈറ്റ് ആകുമ്പോഴേക്കന്നെ ഫുൾ ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്, മക്കൾക്കും ഇഷ്ടമാണ്, പിന്നെ എനിക്കും ഇഷ്ടമാണ്. അങ്ങനെ ഞാനൊരു 2 days കഴിഞ്ഞ ഉടനെ വീണ്ടും ഞാൻ ഈ സെയിം റെസിപ്പി വെച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കാഷ്യൂം കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും ബട്ടർ കുക്കീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് കാഷ്യൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും നല്ല രസമാണ്. അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ റോസ്റ്റ് ചെയ്ത കാഷ്യൂ ആയിരുന്നു അതിലേക്ക് ഇട്ട് കൊടുത്തത് രണ്ടാമത് ഉണ്ടാക്കിയതിൽ. അപ്പം അതും നല്ല ടേസ്റ്റി ആയിരുന്നു. നാട്ടിൽ വന്നതിൽ വേറൊരു ഉദ്ദേശം കൊണ്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെയുള്ള കുറേ ഐറ്റംസ് എല്ലാം സോർട്ട് ചെയ്ത് ഓരോരുത്തർ അഡ്രസ്സിലേക്ക് ഇനിയും അയക്കാനുണ്ട്. കുറേ ആളുടെ ഓർഡേഴ്സ് ഇപ്പോഴും പെൻഡിങ് ഉണ്ട്. വീഡിയോ കാണുന്ന ചിലരുടെയെങ്കിലും ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ടാവും. അതെല്ലാം പെട്ടെന്ന് തന്നെ വരും ദിവസങ്ങളിൽ അയക്കുന്നതായിരിക്കട്ടെ. ഇവിടെ വന്നതിന് ശേഷം ഒന്ന് സെറ്റിലായതിന് ശേഷം അയക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ വെയിറ്റ് ചെയ്തത്. പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് ഐറ്റംസ് നമുക്ക് ഇൻഷാ അല്ലാ ഇത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വാങ്ങണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. അവരെയൊക്കെ ഉദ്ദേശിച്ചിട്ട് കുറച്ച് ഐറ്റംസ് മാത്രം സെയിലിടണം എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. ഡിസ്കൗണ്ട് സെയിലിൽ കൊടുക്കാമെന്നുള്ളൊരു ഉദ്ദേശം കൂടിയുണ്ട്. അതൊക്കെ വെച്ചുള്ള വീഡിയോസാണ് ഇൻഷാ അല്ലാ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ വരുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ വീഡിയോസ് എടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. വരും ദിവസങ്ങളിൽ ഞാൻ ഇടാൻ പോകുന്ന വീഡിയോസ് മിസ്സാവാതെ കാരണം ഒരുപാട് പുതിയ അപ്ഡേറ്റ്സ് ഞാൻ അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കാണാൻ മറക്കരുത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. മാത്രമല്ല ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. എല്ലാം ഇൻഷാ അല്ലാ വരും വീഡിയോസിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ രണ്ടാമതുണ്ടാക്കിയ കുക്കീസ്. അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നട്ട്സും കൂടി ആഡ് ചെയ്തിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്. എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.